കണ്ണൂരിൽ +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ 5 വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. ബഹുമാനിക്കുന്നില്ലെന്ന് ആരോപിച്ച സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്നാണ് പരാതി. കൊളവല്ലൂർ PR മെമ്മോറിയൽ സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് റാഗിങ്ങിന് ഇരയായത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ റാഗിങ് എന്ന് പറഞ്ഞൊരു പുലിവാല് കേരളത്തിൽ ഇല്ലാതായി എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരം വരാൻ തുടങ്ങിയത്. കണ്ണൂരിൽ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ പാനൂർ കൊളവല്ലൂരിലെ PR മെമ്മോറിയൽ സ്കൂളിലെ +1 വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിന് ഇരയായത്. മുഖത്തടിക്കുകയും നിലത്ത് വീണപ്പോൾ നെഞ്ചിൽ ചവിട്ടുകയും ഇടത് കൈ ചവിട്ടി ഒടിക്കുകയും ചെയ്തു എന്നതാണ് പരാതി. ആ വിദ്യാർത്ഥിക്ക് ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട്. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇടത് കയ്യലിന് പൊട്ടലുണ്ട്. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റു. അതിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊളവല്ലൂർ പോലീസ് ഇപ്പോൾ 5 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. 3 വിദ്യാർത്ഥികൾ പ്രായപൂർത്തിയായവരാണ് എന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ +2 വിദ്യാർത്ഥികളാണ്. ഈ 5 വിദ്യാർത്ഥികൾക്കെതിരെ എടുത്തിരിക്കുന്നത് ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ, തടഞ്ഞുവെക്കൽ തുടങ്ങിയ 6 വകുപ്പുകൾ ചുമത്തി ഇതിനകം കേസെടുത്തിട്ടുണ്ട്. ആ വിദ്യാർത്ഥികൾ +2 വിദ്യാർത്ഥികളാണെങ്കിലും FIR-ൽ പ്രായപൂർത്തിയായവരാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കേസെടുത്തതെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇതിൽ അത്യന്തം ഞെട്ടലുളവാക്കുന്ന കാര്യം ഈ ജൂനിയർ വിദ്യാർത്ഥി സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിക്കുന്നില്ല എന്നാരോപിച്ചാണ് എന്നതാണ് പ്രകോപനം. അത്രയും ലളിതമായ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ റാഗിങ്ങിലേക്കൊക്കെ കടക്കുന്നത് വിദ്യാർത്ഥികൾ എന്നതാണ് ഞെട്ടലുളവാക്കുന്ന കാര്യം. അങ്ങനെ ഈ വിദ്യാർത്ഥി ഉച്ചഭക്ഷണത്തിന് വേണ്ടി പുറത്തിറങ്ങി വെള്ളം കുടിക്കാനായി പോകുന്ന ഘട്ടത്തിൽ ഈ 5 വിദ്യാർത്ഥികൾ ചേർന്ന് തടഞ്ഞു വെച്ച് എന്തുകൊണ്ടാണ് ഞങ്ങളെ ബഹുമാനിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ച് മോശം വാക്കുകൾ ഉപയോഗിക്കുകയും പിന്നീട് മർദ്ദിക്കുകയും ക്രൂരമായി ആയിരുന്നു എന്നതാണ് പറയുന്നത്. സ്കൂൾ അധികൃതരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ റാഗിങ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുടർ നടപടികളുമായി സഹകരിക്കുമെന്ന് സ്കൂൾ അധികൃതരും അറിയിച്ചിട്ടുണ്ട്. Okay, thank you, Sajjo Devasya.